റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. തിരുവനന്തപുരം കിളിമാനൂരിൽ ധാരടിച്ച് മരിച്ച ദമ്പതികളിൽ രജിത്തിന്റെ മരണ സർട്ടിഫിക്കറ്റിന് ഒടുവിൽ വലിയ രീതിയിലുള്ള താമസം നേരിട്ടു. അതിപ്പോൾ കുടുംബത്തിന് ലഭിച്ചു എന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മരണ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വയ്ക്കുകയായിരുന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് ഇടപെട്ടു. മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസമുണ്ടായതോടെ മക്കൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ നഷ്ടപ്പെട്ടെന്ന് സഹോദരൻ രാജേഷ് പറഞ്ഞു. കേൾക്കാം. കിളിമാനൂർ ആക്സിഡന്റിനെ തുടർന്ന് ജനുവരി 19 തീയതിയാണ് എൻ്റെ അളിയൻ മരണപ്പെടുന്നത്. അളിയൻ മരണപ്പെട്ട് ഇന്നലെയാണ് നമുക്ക് ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക ഉണ്ടായത്. അത് ഇത്രയും ദിവസം ഹോസ്പിറ്റലും പോലീസും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തട്ടിക്കളിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഈ ന്യൂസിലൊക്കെ വന്നതിന് ശേഷമാണ് മന്ത്രിയുടെ ഓഫീസൊക്കെ ഇടപെട്ട് നമുക്ക് ഇന്നലെയാണ് അത് ലഭിക്കുകയുണ്ടായത്. അത് ലഭിച്ച ഇന്നലെ ഇത്രയും കാലതാമസം വന്നതിന് അതുകൊണ്ട് ഈ അനാഥരായ കുട്ടികൾക്ക് കിട്ടാനുള്ള എല്ലാ ധനസഹായങ്ങളും പോയി. അവർക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. പ്രതീക്ഷ ഈ വാർത്ത നമ്മളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഥാർ ജീപ്പ് പിടിച്ച് രണ്ടുപേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. അതിനുശേഷം പോലീസ് ആ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണമുണ്ടാകുന്നു. വളരെ നാളത്തെ തെരച്ചിലിന് ശേഷം പ്രതികളെ കണ്ടെത്തുന്നു. അപ്പോഴൊക്കെ ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് ആശുപത്രിയും അതേപോലെ പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ചു. ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു. തദ്ദേശ വകുപ്പ് മന്ത്രി എന്തായാലും വിഷയത്തിൽ ഇടപെട്ടു. അല്പം വൈകിയെങ്കിലും മന്ത്രി ഇടപെട്ടതോടെ മരണ സർട്ടിഫിക്കറ്റിന് വഴിതെളിഞ്ഞു എം ജി പ്രതീഷ്. പക്ഷേ ആ വൈകിയത് കൊണ്ട് ചില ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടുവെന്നാണോ കുടുംബം പറയുന്നത്? പ്രതീഷ്. അരുൺകുമാർ, തീർച്ചയായും. കാരണം ജനുവരി 19 വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ രജിത്തിന്റെ മരണം സംഭവിക്കുന്നത്. വീട്ടിൽ കുഴഞ്ഞു വീണ രജിത്തിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഈ വാഹനത്തിൽ ആംബുലൻസിൽ വെച്ച് മരിച്ചു എന്നതാണ് പറയുന്നത്. പക്ഷേ ആ മരണം നടന്ന് കഴിഞ്ഞ ദിവസമാണ് ആ കുടുംബത്തിന് രജിത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആശുപത്രി അധികൃതരും പോലീസും ഈ കുടുംബത്തെ ഒരുപാട് വട്ടം ചുറ്റിച്ചു. ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ട രേഖകൾ തദ്ദേശ സ്ഥാപനത്തിന് കൈമാറാൻ തയ്യാറായില്ല, പോലീസും കൈമാറിയില്ല. അങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഇത്രത്തോളം വൈകിയത്. പിന്നീട് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് ഇടപെടുകയും ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്രത്തോളം കാലതാമസം വന്നതുകൊണ്ട് തന്നെ പല ആനുകൂല്യങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു എന്നതാണ് കുടുംബം പറയുന്നത്. രണ്ട് ചെറിയ കുട്ടികളാണ്, അച്ഛനും അമ്മയും മരിച്ചു, അവർ അനാഥരായി. പക്ഷേ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ കാലതാമസം, ഈ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുള്ള ഈ കാലതാമസം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. അരുൺകുമാർ, തീർച്ചയായിട്ടും പ്രതീക്ഷ നമുക്ക് ആ കുടുംബവുമായിട്ടൊന്ന് ബന്ധപ്പെടണം. അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ദിവസം കൊണ്ടല്ലേ അതൊക്കെ തിരിച്ചു കിട്ടാനാണ് സാധ്യത. നമുക്ക് സർക്കാരുമായിട്ട് ഇപ്പോൾ നമ്മൾ ആ വാർത്ത നൽകിയതിനു ശേഷം നമ്മൾ ഇടപെട്ടു. അതിന്റെ ഭാഗമായി ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടാണ് അവർക്ക് അല്പം താമസിച്ചെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊടുത്തിരിക്കുന്നത്. റിപ്പോർട്ടർ ഇംപാക്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി അതിന്റെ പേരിൽ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും സർക്കാർ തിരിച്ചു കൊടുക്കേണ്ടതാണ്. റിപ്പോർട്ടർ എന്തായാലും ആ വിഷയത്തിലും ഇടപെടും. ആ കുഞ്ഞുങ്ങളെ അങ്ങനെ അനാഥമാക്കാൻ പറ്റില്ല. വാഹനം ഓടിക്കുമ്പോൾ മര്യാദയ്ക്ക് വാഹനം ഓടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കിളിമാനൂരിലെ ഥാർ ജീപ്പ് പിടിച്ചുള്ള അപകടം. നോക്കൂ, നമ്മൾക്ക് അതൊരു വിനോദം മാത്രമായിരിക്കും. വണ്ടി പോയി ഇടിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതമാണ്. ആ കുഞ്ഞുങ്ങളെ അനാഥമാക്കിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്പം സാവധാനത്തിലൊക്കെ പോയിരുന്നെങ്കിൽ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാ ഉള്ളി കിടക്കുന്നതാണ് പ്രശ്നം. പ്രിയപ്പെട്ട പ്രേക്ഷകർ,